എല്ലാവർക്കും മലയാളം ബ്ലഡ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് കുറച്ച് സിനിമകളെക്കുറിച്ചും കുറച്ച് സീരീസുകളെക്കുറിച്ചും എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. സിനിമകൾ പലപ്പോഴും നമ്മൾ പല സിനിമകളും കാണണ്ടേ എന്നൊക്കെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും എടുത്തിങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ മടുപ്പ് തോന്നുന്നത്. കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, കണ്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നല്ല സിനിമയാണോ, കുറേ നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സംശയം തോന്നി, ഇത് എന്താണ്, നമുക്കിത് സ്ക്രോൾ ചെയ്തിട്ട് നല്ലൊരു സിനിമയോ സീരീസോ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. പിന്നെ ഏറ്റവും അവസാനം നമ്മളത് ബുക്ക് മാർക്കിൽ ഒരു 10, 20, 30 സാധനങ്ങളുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമുക്ക് ഏതൊക്കെ കാണണം ഏതൊക്കെ കാണണ്ട എന്നൊക്കെ സംശയം വരും. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാനിതിൻ്റെ ഒരു സിനിമയെ കുറിച്ച് കുറ്റം പറയുകയോ നല്ലത് പറയുകയോ ഒന്നുമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കണ്ടതിന് ശേഷമുള്ള എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അതും ഉൾക്കൊണ്ടിട്ട് വേണം നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ഓവർവ്യൂ ഡെഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയാണ്. ഓവർവ്യൂ ഡെഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ വലിയ ഗുണമുള്ള സിനിമയൊന്നുമില്ല. അതിൽ കുറേ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഒരു ക്യാബിനിലേക്ക് അവരൊരു വെക്കേഷന് വേണ്ടി പോവും. പിന്നെ ഭർത്താവ് ഭാര്യനെ കൊല്ലാൻ നോക്കും, പക്ഷെ ഭാര്യയ്ക്ക് അതറിയാം. അപ്പോൾ ഭർത്താവിനെ കൊല്ലാൻ നോക്കും. പിന്നെ അവർ തമ്മിലുള്ള പ്രശ്നം, അതിനിടയ്ക്ക് ഒരു കൂട്ടുകാരൻ വന്ന് ഭർത്താവിനെ സഹായിക്കാൻ നോക്കും. ഭാര്യ പറഞ്ഞ് അയാളുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കും. ഏറ്റവും അവസാനം അബദ്ധത്തിൽ ആ സഹായിക്കാൻ വന്ന ആൾ മരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് തേർഡ് പാർട്ടി ആയിട്ട് പുറത്തുനിന്ന് ഒരാൾ വരും. ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് 3 പേര് വരും. അവരും അവിചാരിതമായിട്ടും അവരും മരണപ്പെടും. എന്നിട്ട് ഏറ്റവും അവസാനം ഇവർ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കും. അത് തന്നെയാണ് മറ്റേ ബോളിവുഡിൽ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഹോളിവുഡിൽ നടക്കുന്നത്. നല്ല കഥകൾ ഉണ്ടാവുന്നില്ല. ഒബ്സഷൻ പോലെയുള്ള സിനിമകൾ നല്ല തിരക്കഥ എഴുതി കഥ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കഥ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലുള്ള സിനിമകൾ ഹോളിവുഡിൽ വന്നാൽ മാത്രമേ അതിനുള്ള സിനിമയും നല്ല രീതിയിൽ അത് തിയേറ്ററിൽ ഓടുകയുള്ളൂ. അല്ലാതെ ഇതുപോലെ ഇങ്ങനെ കുറേ അധികം മുമ്പ് പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ റിപ്പീറ്റ് അടിച്ച് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഹോളിവുഡിൽ നിന്ന്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള സിനിമകൾ ഒരു 1 ടൈം വാച്ചായിട്ട് കണ്ടാൽ മതി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് ആനുകാലിക ഒരു പ്രാധാന്യമുള്ളതാണോ എന്ന് ചോദിച്ചതിന് വലിയതൊന്നും പറയാനില്ല. മുമ്പൊക്കെ ചില ആളുകൾ കണ്ടിട്ടുള്ള ചില സിനിമകളുമായിട്ട് ഇതിന് ചില സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു സിനിമയാണിത്. ടോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാജ്കുമാർ റാവുവും സാനിയ മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ 2 പേരുമാണ് ഇതിൽ പ്രധാനമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ടോസ്റ്റർ, ഒരു പിശുക്കനും അയാളുടെ ഭാര്യയും ടോസ്റ്റർ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി നല്ലൊരു വില കൂടി ടോസ്റ്റർ മേടിച്ചൊരു കല്യാണത്തിന് കൊടുക്കുന്നു. കല്യാണത്തിന് കൊടുത്ത ടോസ്റ്റർ പക്ഷെ കല്യാണം നടക്കുന്നില്ല. ആ ടോസ്റ്റർ ആ വീട്ടുകാർ വേറെ അനാഥാലയത്തിന് ഡൊണേറ്റ് ചെയ്യുന്നു. പിന്നെ ആ ടോസ്റ്റർ ഈ പിശുക്കൻ അത് തൻ്റെ അടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നടക്കുന്ന ശ്രമങ്ങളും അതിനിടയ്ക്ക് ഉണ്ടാവുന്ന കൊലപാതകങ്ങളും അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ സിനിമ വലിയ ഗുണമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വെറുതെ ഒരു 1 ടൈം ആയിട്ട് വാച്ചിനാണെങ്കിൽ മാത്രം കാണുക. അത് നിങ്ങൾക്കൊരു ടൈം വെർത്തായിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു തരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റിയൊരു വെറുതെ ഒരു സിനിമ വെറുതെ കാണാൻ പറ്റും. ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് തരുന്നില്ല സിനിമ. വെറുതെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അവരെടുത്തു പോയിട്ടുണ്ട് സിനിമ. പിന്നെ ഞാൻ കണ്ട സിനിമ എന്താണ്, ഇതാണ് കത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഈ സിനിമ നിങ്ങൾ കാണണം. ഈ സിനിമ എല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഈ സിനിമ അല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തോ
എങ്ങനെയെങ്കിലും ഇത് കാണാൻ ശ്രമിക്കുക. ഇതിന് അത്യാവശ്യം ഒരു നല്ലൊരു മെസ്സേജ് തരുന്ന സിനിമയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ MLA-മാരും മന്ത്രിമാരും ഒക്കെ അവരുടെ ചെറിയ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങൾ, ഇതിൽ ഒരു ചക്ക മോഷണം നടന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒരു MLA-യുടെ. അവ MLA പോലീസുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പറയണതാണ്, നിങ്ങളിത് ചക്ക കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാക്കും, നിങ്ങളുടെയൊക്കെ ജോലി കളയും, അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവർ ചക്ക അന്വേഷിച്ച് നടക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ചക്ക കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ പ്രദേശത്ത് കാണാണ്ട് പോയിട്ടുള്ള കുറച്ച് സ്ത്രീകളുടെ കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ കാണാണ്ട് പോയിട്ടുള്ളൊരു ആ സ്ത്രീകളുടെ ഒരു ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് ചക്ക ആ കാണാണ്ട് പോയ പെൺകുട്ടി മോഷ്ടിച്ചു, അല്ല സ്ത്രീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആ പെണ്ണിൻ്റെ തലയിൽ കേസ് വെച്ച് കൊടുത്തിട്ട് ആ പെണ്ണിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ചക്കയുടെ കേസ് കൊണ്ട് പെണ്ണിനെ കണ്ടുപിടിക്കുകയും കേസ് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പലപ്പോഴും അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി അധികാരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അധികാരം എങ്ങനെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഒരു സാധാരണ ഒരു ചക്ക പോയി കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചക്ക മേടിക്കാവുന്നതുള്ളൂ. എത്ര വില കൂടിയ ചക്കയാണെങ്കിലും ചക്കയും മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ മോഷണം പോയെന്ന് പറഞ്ഞ് ഒരിക്കലും കേസ് കൊടുക്കുന്നത് ഒരു ലോജിക്കായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ മോഡലാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 ചക്കയൊക്കെ മോഷണം പോയെന്ന് പറഞ്ഞ് പോലീസിൻ്റെ വിലപ്പെട്ട സമയവും അവരുടെ ഓരോ ഇതും കളയുന്നതും ഒക്കെ എങ്ങനെയാണ് അധികാരത്തിലിരിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരുന്ന നല്ലൊരു സിനിമയാണിത്. അത് നമ്മൾ കാണേണ്ടതാണത്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് വലിയ കുഴപ്പമില്ല. അവരധികം മടുപ്പിക്കാണ്ട് കഥ കറക്റ്റായിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അവരവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കത്തൽ എന്നാണ് പേര്. കത്തൽ ചക്ക എന്നാണ്, ഹിന്ദിയിൽ ചക്ക എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടോർച്ചർ എന്ന് പറഞ്ഞ സിനിമയും ഈ കത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും രണ്ടും ഹിന്ദി സിനിമയാണ്. ഏറ്റവും ആദ്യം പറഞ്ഞത് ഹോളിവുഡ് സിനിമയായിരുന്നു. ഇപ്പോൾ 2 പറഞ്ഞതും ബോളിവുഡ് സിനിമയാണ്. ഇനി സൂപ്പർമാൻ മാൻ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് കുറച്ച് 2020 ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഇത് നിങ്ങളത് അനിമേഷൻ സിനിമ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സൂപ്പർമാൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് സൂപ്പർമാനും ലെക്സ് ലൂതറും അതുപോലുള്ള കഥാപാത്രങ്ങളും ഒക്കെ കൂടി ബാറ്റ്മാൻ ഒരു ചെറിയ ഗ്ലിംസ് പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ അനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അത് ഒരു 1 ടൈം ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. വലിയ അധികം വെറുപ്പിക്കുന്നില്ല ഈ സിനിമയിൽ, ആനിമേഷൻ സിനിമയിൽ കാണാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ഞാനൊരു സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. ലോസ്റ്റ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്. ഈ സിനിമയല്ല സീരീസ്. ഈ സീരീസ് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. കുറച്ച് ഇത്തിരി വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം സ്പേസിൽ ഇങ്ങനെ പെട്ടുപോവുകയാണ്. അപ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കുറച്ചിങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യങ്ങൾ മര്യാദക്ക് പറഞ്ഞിട്ടില്ല. അവരെന്താണ് ഉദ്ദേശിച്ചത് അത് ഓഡിയൻസിനെ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പല കാര്യങ്ങളും എനിക്ക് തന്നെ ഇങ്ങനെ എടുത്തുപോയി. കുറച്ച് നേരം ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനെ ലോജിക്കില്ലാത്ത പല കാര്യങ്ങളും സ്പേസ് അവർ പോകുന്ന എല്ലാ പ്ലാനറ്റിലും അവർക്ക് ഓക്സിജൻ ഉണ്ട്. എന്നിട്ടും അവർക്ക് ആൽഫ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനറ്റിൽ പോയി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ആ പ്ലാനറ്റിൽ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അവർ ക്രാഷ് ചെയ്യുന്ന എല്ലാ പ്ലാനറ്റിലും ഓക്സിജൻ ഉണ്ട്. എന്നിട്ട് അവർക്ക് ആൽഫ സെഞ്ചുറി എന്ന് പറ്റുന്ന പ്ലാനറ്റ് മാത്രമേ പറ്റുള്ളൂ. ഈ സീരീസ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 3-4 പ്ലാനറ്റ് അവരുടെ ഡെസ്റ്റിനേഷൻ എത്തുന്ന ഒരു ഭൂമിയിൽ നിന്ന് അവർ വേറെ പ്ലാനറ്റിലേക്ക് പോകണേ. ഫാമിലിയും കുറച്ച് ആളുകളൊക്കെ ആയിട്ട് പോവുകയാണ്.
അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 3-4 പ്ലാനറ്റ് തന്നെ ഓക്സിജനുള്ള പ്ലാനറ്റ് കണ്ടുപിടിച്ചു. പക്ഷേ അവർക്ക് ആ പ്ലാനറ്റ് ഒന്നും പറ്റൂല. അവർക്ക് ആൽഫാ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലുള്ള പ്ലാനറ്റിൽ തന്നെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടെക്നോളജി അഡ്വാൻസ്മെൻറ്റും ഒക്കെ ഉണ്ടായിട്ട് കൂടി അവർക്ക് ഇത്രയും 4 പ്ലാനറ്റുകൾ കണ്ടുപിടിച്ചിട്ടും 3-4 പ്ലാനറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ പ്ലാനറ്റുകളിലൊന്നും അവർക്ക് താമസിക്കാൻ പറ്റാതെ അവർക്കൊരു പ്ലാനറ്റ് അവർക്ക് ഉണ്ട്, ആ മനസ്സിലുണ്ട്. ആ പ്ലാനറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ റോബിൻസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി നടത്തുന്ന യാത്രയാണ് ഈ സീരീസിനുള്ളത്. കുറച്ച് വലിച്ചു നീട്ടി എടുത്തതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മാതിരി മടുപ്പ് തോന്നും. കുറച്ച് നേരം ഇങ്ങനെ മടുത്ത് പോകും, വെറുപ്പിക്കുന്നുണ്ട്. കുറച്ച് ക്ഷമയുണ്ടെങ്കിലൊക്കെ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു ഡ്രാമ പോലെയാണ് എടുത്തിരിക്കുന്നത്. സ്കൈഫൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഡ്രാമ പോലെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. മാംല ഈ അടുത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീരീസാണ്, ഹിന്ദി സീരീസാണത്. മാംല ലീഗൽ ഹേ. കോമഡിയാണ്, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ അവർ ആദ്യം ഓരോ എപ്പിസോഡിലും ഇങ്ങനെ വലിച്ചു നീട്ടി അവരിങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർ പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പേര് പറയുന്നത് പോലെ തന്നെ മാംല ലീഗൽ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ലീഗലായിട്ടുള്ള കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളും അതിനിടയ്ക്കുണ്ടാവുന്ന തമാശയും കാര്യങ്ങളുമൊക്കെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു സീരീസാണിത്. ഞാൻ എല്ലാവരും കാണേണ്ട ഒരു മസ്റ്റായിട്ടുള്ള സീരീസാണ്. നിങ്ങൾക്ക് സൂട്ട്സ് പോലെയുള്ള സീരീസുകളില്ലേ, സൂട്ട്സ്, പിന്നെ ലോ ആൻഡ് ഓർഡർ, അതുപോലെയുള്ള സീരീസുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു കോമഡി വെർഷൻ നിങ്ങൾക്ക് കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. അതും ഹിന്ദിയിൽ, ഇംഗ്ലീഷിലല്ല ഹിന്ദിയിൽ എടുത്തിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ എല്ലാവരും ഈ സീരീസ് മസ്റ്റായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സീരീസാണ്. നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ ഇത് കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. വലിയ എപ്പിസോഡിന് വലിയ ഡ്യൂറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. 27 മിനിറ്റ് ആ 30 മിനിറ്റ് ഡ്യൂറേഷനിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ 1 മണിക്കൂർ അങ്ങനെ നീട്ടി വലിച്ച ഒരു എപ്പിസോഡ് അങ്ങനെ വലിപ്പിച്ചിട്ടില്ല ഇവർ. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടു നോക്കണം എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും.